ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അരിപ്പൊടിയും ശർക്കരയും വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മധുരമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് ഒരുവിധം പേർക്ക് അറിയുന്നുണ്ടാവും. ഇതൊരു പിടിപ്പായസമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സൂപ്പർ മധുരം തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 കപ്പോളമുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആണെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാൻ 1/2 കപ്പ് എടുക്കാനുള്ള കാരണം, നമ്മളിതൊരു ഷേപ്പിലോട്ട് മാറ്റുന്നുണ്ട്. അത് ഇച്ചിരി സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എടുക്കാതെ 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ നല്ല ചൂടുവെള്ളത്തിൽ, അതേപോലെ തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കത് അടുത്തത് ഇതിനകത്തോട്ട് ചൂടുവെള്ളം, ഞാൻ 1/4 കപ്പോളം ഉള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം, അതായത് 1/2 കപ്പോളം ഉള്ള അരിപ്പൊടിക്ക് 1/4 കപ്പോളം ഉള്ള ചൂടുവെള്ളം. ഇത് കറക്റ്റായിരുന്നു അളവ്. ഇനിയിപ്പോൾ ഞാനെടുത്ത അരിപ്പൊടിക്ക് അതായിരുന്നു കറക്റ്റ്. ഇത് ഓരോരുത്തരുടെ എടുക്കുന്ന അരിപ്പൊടിയുടെയും വറവിൻ്റെ ഒക്കെ അനുസരിച്ച് അതിന് മാറ്റം വരും കേട്ടോ. എങ്കിലും ഒരുവിധം ഈ പറഞ്ഞ പോലെ 1/4 അതിന് താഴെയോ നിൽക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടോട് കൂടെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കൈ വെച്ചിട്ട് പറ്റുന്ന ചൂടിൽ നമുക്കൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. നോക്കിക്കേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി ഞാനിതൊരു 3 ഭാഗമായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിതിൽ ആ ഒരു 3 റോളിൽ നിന്നാണ് നമ്മളിതുപോലെ കുഞ്ഞു കുഞ്ഞു മുല്ലമുട്ട് പോലത്തെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിക്കാം. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതിൽ നിന്ന് ഇച്ചിരി കുറേശ്ശെ എടുത്ത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ എന്നിട്ട് ഇതേപോലെ ഒന്ന് കയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്കത് ഒത്തിരി നീളത്തിലും ഒത്തിരി വണ്ണത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ വളരെ തീരെ കനം കുറവല്ല, എന്നാൽ തീരെ ചെറുതുമല്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ്, ഞാനൊരു മുല്ലമുട്ടിൻ്റെ പോലത്തെ രീതിയിലാണ് ഇതൊന്ന് കയ്യിൽ വിരൽ വെച്ചിട്ട് അതുപോലെ ഒന്ന് നമ്മൾ തിരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് നമ്മളിങ്ങനെ റോൾ ചെയ്യത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്കിത് പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു പായസത്തിന്. അപ്പം അതുകൊണ്ട് ഇച്ചിരി കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ചെറുതാക്കി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഒരു പറ്റുന്ന രീതിയിൽ ചെറുതാക്കി നല്ലൊരു ഷേപ്പിലാക്കി എടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ മുല്ലമുട്ടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ശരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നല്ല ഭംഗിയാക്കിയൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ധൃതിയിൽ ഇങ്ങനെയാണ് എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള ശർക്കര, ഞാൻ ശർക്കര ഒന്ന് ചെറുതായിട്ട് ഇടികല്ലിൽ ഇടിച്ചിട്ടാണ് 1 കപ്പായിട്ട് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് ശർക്കരയ്ക്ക് ഞാൻ 1.5 കപ്പോളം ഉള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ശർക്കര ഒന്ന് നന്നായിട്ട് ഒന്ന് ഉരുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് പിന്നീട് വീണ്ടും അത് തന്നെ തിരിച്ച് തന്നെ ഒഴിക്കണം. ആ ഒരു ശർക്കരയ്ക്കകത്തുള്ള ഒരു കരടുകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനോടൊപ്പം ചെയ്യാനുള്ളത്, ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പായസം നല്ല കുറുകി വരാൻ വേണ്ടിയിട്ട് 2.5 ടേബിൾ സ്പൂണോളുള്ള അരിപ്പൊടി, ഇത് വറുത്തതോ വറക്കാത്തതോ ആവാം. ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം, ഏകദേശം ഒരു 1/4 കപ്പോളം ഉള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ ഈ ഒരു അരിപ്പൊടിയുടെ മിക്സ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതേ പാത്രത്തിലോട്ട് തന്നെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് തിരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം. ആ തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ മുല്ലമുട്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ തിളച്ച് വരുന്നേ ഉള്ളൂ. അത് അങ്ങനെ തിളയ്ക്കുമ്പോൾ ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 2-3 കൊട്ടി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ കൈകൊണ്ടൊന്ന് മാറ്റിയിട്ട് കേട്ടോ.
അപ്പോൾ ഇതാ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ആ ഒരു അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മണികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് അത്രയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു മുല്ലമുട്ട് പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ അപ്പോൾ ഇവിടെ ഒരു 2.5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഞെക്കുമ്പോൾ അറിയാൻ പറ്റും അതങ്ങനെ നല്ല ഹാർഡായിട്ടിരിക്കുന്നത് അറിയാൻ പറ്റും. അപ്പോൾ ഇതും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരിപ്പൊടിയുടെ മിക്സ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫ്ലെയിം നമ്മൾ ആദ്യമേ തന്നെ ലോയിലോട്ട് മാറ്റിയിടണം. ലോയിലോട്ട് മാറ്റിയിട്ടിട്ട് വേണം ഈ ഒരു മിക്സ് ഒഴിക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതുകൊണ്ട് അരിപ്പൊടി എല്ലാം താഴോട്ട് അടിഞ്ഞ് ഇങ്ങനെ പോയി കിടപ്പുണ്ട്. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേണം നമുക്ക് ഈ ഒരു അരിപ്പൊടിയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനപ്പോൾ അരിപ്പൊടിയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ച് ഉടനെ തന്നെ പിന്നെ വേറെ ഒന്നും വെയിറ്റ് ചെയ്യരുത്. കയ്യിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു തിക്നെസ് വേണ്ടതെന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി തിക്കാണെന്ന് തോന്നുവാണെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് കോക്കനട്ട് അതായത് തേങ്ങാപ്പാലിലൊക്കെ കുറച്ചും കൂടി ഉണ്ടാക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഞാനത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്ക. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ 1-2 ഏലക്ക ഒന്ന് ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം തേങ്ങയും കൂടെ ചെരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതില്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കിട്ടാനുള്ളതെന്ന് വെച്ചാൽ അതാണെങ്കിലും ചേർത്താലും മതി. ഇതാ ഞാൻ ഈ ഒരു തിക്നെസ്സിൽ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായി വെള്ളം പോലെയാണ് ഇരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ലാസ്റ്റ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ഒറ്റ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്ത് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒത്തിരി അങ്ങ് കോരി വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അല്പം തിക്കായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കശുവണ്ടി, മുന്തിരി, ഉണക്കമുന്തിരി ഒക്കെ വറുത്തിടാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു കശുവണ്ടി ഒന്ന് വെച്ചു എന്ന് മാത്രം. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വളരെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാം എന്നുള്ളതൊന്ന് കാണിച്ചു എന്ന് മാത്രം. അടിപൊളിയാണിത് കഴിക്കാനായിട്ട്. ഒരു പാച്ചോറൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് നമുക്കിത് കഴിക്കുമ്പം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇത് മിക്കവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.